ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഞാൻ അമൃതം പൊടിയുടെ വേറെയും കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ പോയി കാണണേ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്നും കൊടുക്കുന്ന ഒരു പോഷകാഹാര പൊടിയാണിത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. തേങ്ങ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ മുട്ടയുടെ ചുവയൊന്ന് പോകാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ കുറച്ചുകൂടെ ശർക്കര ഉരുക്കിയത് ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് മധുരമുണ്ട്, എന്നിരുന്നാലും കുറച്ചും കൂടെ മധുരം വേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ ശർക്കര ഉരുക്കിയത് ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ചേർത്താൽ മതി. മധുരം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. അതുപോലെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളം കൂടി പോകണ്ട, ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേനും നമുക്കിതൊരു സ്പൂണിൽ ഇതുപോലെ ഒന്ന് കോരിയിട്ട് കൊടുക്കുക. അപ്പോൾ ഷേപ്പൊക്കെ ഓരോ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വരും, പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. ഇതല്ലാതെ തന്നെ കുറച്ചിങ്ങനെ പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് കളറ് മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള അമൃതം പൊടി ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നന്നായിട്ട് എല്ലാ സ്ഥലവും മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഇവിടെ തയ്യാറാണ്. ഇതുപോലെ ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.